കേരളത്തിലെ ഏറ്റവും വലിയ മതഭീകരന്മാർ അല്ലെ, പി എഫ് ഐയുടെ രാഷ്ട്രീയ സംഘടനയായ SDPI അവരുടെ പിന്തുണ കൊടുത്തിരിക്കുന്നു LDFന്. ശിവൻകുട്ടിക്ക് ഇവര് പരസ്യമായി തന്നെ പറഞ്ഞു, നേമത്ത് ശിവൻകുട്ടിക്കാണ് തങ്ങളുടെ പിന്തുണ എന്ന് SDPI പറഞ്ഞു. അപ്പൊ ശിവൻകുട്ടി എന്താ പറയാറിയോ? തന്നോട്ടെ തന്നോട്ടെ വന്നോട്ടെ വന്നോട്ടെ. ഈ പറയുന്ന ശിവൻകുട്ടി, എടോ ശിവൻകുട്ടി, മറന്നു പോയടോ നീ അഭിമന്യുവിനെ? അഭിമന്യു എന്ന് പറയുന്ന നിങ്ങളുടെ നേതാവിടോ, നിങ്ങളുടെ നേതാവ് 2ാം വർഷ BSc കെമിസ്ട്രിക്ക് പഠിക്കുന്ന നിങ്ങളുടെ സഖാവായ അഭിമന്യു. ആ അഭിമന്യുവിനെ കുത്തി കൊന്നത് ആരായിരുന്നോ ശിവൻകുട്ടി? ആരായിരുന്നോ പിണറായി വിജയ? മറന്നു പോയോ നിങ്ങൾ? കഴിഞ്ഞ ദിവസം ഹാഷ്മി പറയുകയുണ്ടായി ഒരു ചർച്ചയില്, എടോ CPMകാരെ, അത്യാവശ്യം നിങ്ങൾ ചെയ്യേണ്ടത് അഭിമന്യുവിന്റെ കുഴിമാടത്തിൽ പോയി ഒരു കറുത്ത തുണിയെങ്കിലും അവിടെ പുതച്ചിട്ട് വാടോ, എന്നിട്ട് SDPIയുമായി കൈകോർക്ക എന്ന് ഹാഷ്മി പറഞ്ഞു. ശരിയല്ലേ? അഭിമന്യുവിനെ കുത്തി കൊലപ്പെടുത്തിയ ക്യാമ്പസ് ഫ്രണ്ട് അല്ലെ, PFIയുടെ വിദ്യാർത്ഥി സംഘടനയായ ക്യാമ്പസ് ഫ്രണ്ട്, അതിന്റെ രാഷ്ട്രീയ സംഘടനയായ SDPI, ആ SDPIയുടെ വോട്ട് തങ്ങൾക്ക് വേണ്ട എന്ന് പറയാനുള്ള ചങ്കൂറ്റം എടോ പിണറായി വിജയ കാരണഭൂതമേ തനിക്കുണ്ടോ? ഉണ്ടോ മരുമോനെ, തനിക്കുണ്ടോ? ഞങ്ങൾക്ക് SDPIയുടെ വോട്ട് വേണ്ട എന്ന് പറയാനുള്ള തന്റെ ഇടമുണ്ടോ? ഇത് പത്രലേഖകർ ചോദിക്കുമ്പോ അവരോട് കണ്ണുരുട്ടുക അല്ലെ. കൊല്ലത്ത് ആദ്യത്തെ ദിവസം ഇവിടെ മലപ്പുറത്ത് അല്ലെ, മലപ്പുറത്തായിരുന്നു കഴിഞ്ഞ ദിവസം, ഇന്നലെ കൊല്ലത്ത്. അപ്പോഴാണ് പത്രലേഖകർ ചോദിച്ചത്, CMA ഇത് ശരിയല്ല CMA എന്ന് പറഞ്ഞു. CM എന്തെങ്കിലും ശരിയായിട്ട് ഈ മണ്ണുകൊള്ളാൻ ചെയ്യണ്ടേ, എന്തെങ്കിലും ചെയ്യണ്ടേ? ഇയാളാകെ വെറി പിടിച്ച് നടക്കുകയാണെന്നേ. പിണറായി വിജയൻ ആകെ പിരാന്ത് പിടിച്ച്, നമ്മുടെ നാടൻ ഭാഷയിൽ അതാ പറയാ, പിരാന്ത് പിടിച്ച് പാഞ്ഞു നടക്കുകയാണ്. ആസനത്തിൽ തീയാണ്. പിണറായി വിജയൻ മാത്രമല്ല, മരുമാൻ ബേപ്പൂര് മണ്ഡലത്തില് പരക്കം പായുകയാണ്. ഒരു സ്ഥലത്തും ആളില്ല, ഒരു സ്ഥലത്തും ഈ അന്തംകമ്മികളല്ലാതെ ഒരു മനുഷ്യൻ പോലും ഇല്ല. കാരണം മരുമാൻ കഴിഞ്ഞ 5 വർഷമായി ബേപ്പൂരിലെ ഒരു മണ്ണാങ്കട്ടിയും ചെയ്തിട്ടില്ല എന്ന് PV അൻവർ പറയുമ്പോ ഇതിന് കൗണ്ടർ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം PV അൻവറിന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കല്ലേ ഓരോ സ്ഥലത്തും ഇവിടുത്തെ താലൂക്ക് ആശുപത്രി, അതിന്റെ സ്ഥിതിഗതികൾ, ഇവിടുത്തെ പോർട്ടിലെ സ്ഥിതിഗതികൾ, ഇവിടുത്തെ പാലത്തിന്റെ സ്ഥിതിഗതി, ഓരോന്നും PV അൻവർ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുമ്പോ ഈ മരുവാനെ പെയിന്റ് അടിക്കാൻ വന്ന പത്ര റിപ്പോർട്ടർമാരും പത്രലേഖകരും പോലും അത്ഭുതപ്പെട്ടു പോകുന്നു. ഈ 140 മണ്ഡലങ്ങളിൽ ഇത്രയും മോശമായ ഒരു മണ്ഡലം വേറെ ഇല്ല എന്ന് എല്ലാവരും സാക്ഷ്യം പറയുന്നു. മരുവാൻ ഇവിടെ ആകതാ നിങ്ങൾ നോക്കണം, 28,747 വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടി. കഴിഞ്ഞ പ്രാവശ്യം ഭൂരിപക്ഷം കിട്ടിയ മരുമോൻ കഴിഞ്ഞ 45 കൊല്ലമായിട്ട് ഇടതു കോട്ട, CPMന്റെ കോട്ട. ഇവിടെ മരുവന് പാട്ടും പാടി ജയിക്കാവുന്ന ഒരു അവസ്ഥയായിരുന്നു. എങ്ങനെ ആയിരുന്നെങ്കിൽ ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി വല്ലതും ചെയ്തിരുന്നെങ്കിൽ. ഇവരാകെ ചെയ്തത് എന്താണ്? ഇവൻ റീൽസ് ഉണ്ടാക്കുക. ഇവിടെ പൊട്ടിപ്പൊളിഞ്ഞ പാലത്തിന്, തുരുമ്പ് പിടിച്ച് വീഴാൻ പോകുന്ന പാലത്തിന് പെയിന്റ് അടിച്ചിങ്ങാണ്ട് അവിടെ ഇങ്ങനെ പ്രകാശം, എന്താ പറയാ, വർണ്ണ വിളക്കുകൾ സ്ഥാപിക്കുക. ഒരുപക്ഷെ ലോകത്തിൽ ആദ്യമായിട്ടിരിക്കും ഇങ്ങനൊരു മണ്ടൻ മന്ത്രി. ഇവൻ തിരുമണ്ടനാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ, ഒരു പാലം പൊളിയാൻ പോവുകയാണെങ്കിൽ ഇതിന് കേന്ദ്ര സർക്കാർ പുതിയൊരു പാലം എന്താ പറയാ നിർമ്മിക്കാനുള്ള അനുമതിയൊക്കെ കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക ഫണ്ടൊക്കെ ഉണ്ട്. അതൊന്നും വേണ്ട, അതൊക്കെ മോദിയുടെ ഫണ്ടല്ലേ, അതൊന്നും നമുക്ക് വേണ്ട. നമുക്ക് ഇങ്ങോട്ട് എന്താ ചെയ്യുക, പാലത്തിന്റെ തുരുമ്പിച്ച ഭാഗമൊക്കെ മൂപ്പര് അങ്ങോട്ട് പെയിന്റ് അടിച്ച്, വെറുതെ പെയിന്റ് അടിച്ചല്ലോ, ആ പെയിന്റ് അടിക്കാൻ മൂപ്പര് വകയിരുത്തി എത്രയെന്നറിയാം? 1 കോടി. 1 ലക്ഷം രൂപ പോലും ആകില്ലെന്നേ, 1 ലക്ഷം രൂപ പോലും ആകില്ല. അതിനാണ് മൂപ്പര് 1 കോടി. ബാക്കി 99 ലക്ഷം ആരുടെയൊക്കെ പോക്കറ്റ് പോയി എന്നുള്ളത് ബേപ്പൂരുകാർക്കറിയാം. അതുകൊണ്ട് തന്നെ അവരെ കാത്തിരിക്കുകയാണ്. ഈ 9-ാം തീയതി എന്ന് പറഞ്ഞൊരു ദിവസം ഉണ്ടെങ്കിൽ മരുവാനും ഇവിടെ പറപ്പിക്കും കേട്ടോ. പറപ്പിക്കും, എന്റെ റീൽസും മണ്ണാങ്കട്ടിയും ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് എന്താ വെച്ചാൽ, മരുമോനും അമ്മായി അച്ഛനും ആകെ നട്ടഭ്രാന്ത് പിടിച്ച് പായുകയാണ്. ഓരോ ദിവസവും ഇവരുടെ എന്താ പറയാ മനക്കോട്ടകൾ തകരുകയാണ്. ഏറ്റവും അവസാനം V കുഞ്ഞികൃഷ്ണൻ ഇന്ന് എടുത്ത് പുറത്തിട്ടിട്ടുണ്ട് രേഖകളൊക്കെ. എടോ അന്തംഗമികളെ എടുത്തു നോക്കടോ. അതായത് രക്തസാക്ഷി ഫണ്ട് കട്ടുമുടിച്ചു എന്ന് PV കുഞ്ഞികൃഷ്ണൻ പറഞ്ഞപ്പോ KK രാധാകൃഷ്ണൻ പറയുന്നത് അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾ വിശദീകരിക്കും. വിശദീകരിച്ചോ? സ്വീകരിക്കാൻ എന്തും വേണ്ടേ, സത്യം വേണ്ടേ? അവസാനം കുഞ്ഞികൃഷ്ണൻ രേഖകൾ പുറത്തുവിട്ടിരിക്കുന്നു. മലയാള മനോരമയുടെ 1-ാം പുറത്തുണ്ട്, മറ്റെല്ലാ പത്രങ്ങളിലുണ്ട്. മലയാള മനോരമയുടെ 1-ാം പേജിൽ തെളിവ് പുറത്തുവിട്ടിരിക്കുകയാണ് കുഞ്ഞികൃഷ്ണൻ. എന്താണെന്നറിയോ? CPMന്റെ CV ധൻരാജ് രക്തസാക്ഷി ഫണ്ടിൽ തിരിമറി നടന്നതിന്റെ തെളിവ് പയ്യന്നൂരിൽ UDF പിന്തുണയോടെ മത്സരിക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി V കുഞ്ഞികൃഷ്ണൻ പുറത്തുവിട്ടു.
2018 രക്തസാക്ഷി ഫണ്ടിൽ നിന്ന് 5 ലക്ഷം രൂപ അന്നത്തെ ഏരിയ സെക്രട്ടറിയുടെ സ്വകാര്യ അക്കൗണ്ടിലേക്ക് മാറ്റിയതിന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ആണ് പുറത്തുവിട്ടത്. പോരെ, ഇതിൽ അങ്ങ് പറഞ്ഞു വേണോ? നാറി ഉടുതുണിയിലാവ് നടക്കുകയാണ് പയ്യന്നൂരിലുള്ള സഖാക്കന്മാർ. രക്തസാക്ഷി ഫണ്ട് കട്ടുമുടിക്കുക. ഏറ്റവും അവസരം SDP പിന്തുണയാണ്. അതായത് ഇവര് വലിയ എന്താ പറയാ മതേതരവാദികളാണല്ലോ. വർഗീയതക്കെതിരെ എന്ന് പറഞ്ഞിട്ട് UDFകാര് ഈ എന്താ പറയാ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ നേടിയതിനെ പറ്റി, അല്ലെങ്കിൽ ജമാഅത്തയുടെ പിന്തുണ ഈ UDFനാണ്. അപ്പൊ UDF മുഴുവൻ മത ഭീകരരാണ് എന്നൊക്കെ പറഞ്ഞു കണ്ട ഒച്ചപ്പാട് വേളൊക്കെ ആയിരുന്നല്ലോ. ഇപ്പതാ SDP എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും വലിയ മത ഭീകരന്മാർ അല്ലെ, PFIയുടെ രാഷ്ട്രീയ സംഘടനയായ SDPI അവരുടെ പിന്തുണ കൊടുത്തിരിക്കുന്നു LDFന്. ശിവൻകുട്ടിക്ക് ഇവര് പരസ്യമായി തന്നെ പറഞ്ഞു, നേമത്ത് ശിവൻകുട്ടിക്കാണ് തങ്ങളുടെ പിന്തുണ എന്ന് SDPI പറഞ്ഞു. അപ്പൊ ശിവൻകുട്ടി എന്താ പറയാറിയോ? വന്നോട്ടെ ഈ പറയുന്ന ശിവൻകുട്ടി. എടോ ശിവൻകുട്ടി, മറന്നു പോയടോ നീ അഭിമന്യു എന്ന് പറയുന്ന നിങ്ങളുടെ നേതാവിടോ. നിങ്ങളുടെ നേതാവ് 2ാം വർഷ BSc കെമിസ്ട്രിക്ക് പഠിക്കുന്ന നിങ്ങളുടെ സഖാവായ അഭിമന്യു. ആ അഭിമന്യുവിനെ കുത്തിക്കൊന്നത് ആരായിരുന്നടോ ശിവൻകുട്ടി? ആരായിരുന്നടോ പിണറായി വിജയ? മറന്നു പോയോ നിങ്ങൾ? കഴിഞ്ഞ ദിവസം ഹാഷ്മി പറയുകയുണ്ടായി ഒരു ചർച്ചയില്, എടോ CPMകാരെ, അത്യാവശ്യം നിങ്ങൾ ചെയ്യേണ്ടത് അഭിമന്യുവിന്റെ കുഴിമാടത്തിൽ പോയി ഒരു കറുത്ത തുണിയെങ്കിലും അവിടെ പുതച്ചിട്ട് വാടോ, എന്നിട്ട് SDPIയുമായി കൈകോർക്കുക എന്ന് ഹാഷ്മി പറഞ്ഞു. ശരിയല്ലേ? അഭിമന്യുവിനെ കുത്തി കൊലപ്പെടുത്തിയ ക്യാമ്പസ് ഫ്രണ്ട് അല്ലെ, PFIയുടെ വിദ്യാർത്ഥി സംഘടനയായ ക്യാമ്പസ് ഫ്രണ്ട്, അതിന്റെ രാഷ്ട്രീയ സംഘടനയായ SDPI, ആ SDPIയുടെ വോട്ട് തങ്ങൾക്ക് വേണ്ട എന്ന് പറയാനുള്ള ചങ്കുറ്റം എടോ പിണറായി വിജയ കാരണഭൂതമേ ഉണ്ടോ മരുമോനെ തനിക്കുണ്ടോ? ഞങ്ങൾക്ക് SDPIയുടെ വോട്ട് വേണ്ട എന്ന് പറയാനുള്ള തൻ്റെടമുണ്ടോ? ഇത് പത്രലേഖകർ ചോദിക്കുമ്പോ അവരോട് കണ്ണുരുട്ടുക അല്ലെ. കൊല്ലത്ത് ആദ്യത്തെ ദിവസം മലപ്പുറത്തായിരുന്നു കഴിഞ്ഞ ദിവസം, ഇന്നലെ കൊല്ലത്ത്. അപ്പോഴാണ് പത്രലേഖകർ ചോദിച്ചത്, CMA ഇത് ശരിയല്ല CMA എന്ന് പറഞ്ഞു. CM എന്തെങ്കിലും ശരിയായിട്ട് ഈ മണ്ണുകൂടാൻ ചെയ്യണ്ടേ? എന്തെങ്കിലും ചെയ്യണ്ടേ? ഒരു കാര്യബോധവുമില്ലാതെ, ഒരു വിവരവുമില്ലാതെ. പണ്ട് ശിവശങ്കർ പറഞ്ഞ എത്ര ശരിയാണ്. ഇയാളൊരു പോങ്ങനാണ്. എന്തെങ്കിലും എഴുതി കൊടുത്താൽ മതി, അടിയിൽ ഷൂ വരച്ചോളും. എന്ത് എഴുതി കൊടുത്താലും അതിനിടയിൽ ഷൂ വരച്ചോളും എന്ന് പറയുന്ന വങ്കൻ